നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം അതിതീവ്രമായി തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ വീണ്ടും ആക്രമണം. സ്വകാര്യ വസതിയിൽ സ്ഫോടകശേഷി കുറഞ്ഞ ലൈറ്റ് ബോംബുകളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ബോംബുകൾ പതിച്ചത് വീടിന്റെ മുറ്റത്തായിരുന്നു. എന്നാൽ സ്ഫോടനം നടക്കുമ്പോൾ നെതന്യാഹുവും കുടുംബവും വസതിയിൽ ഉണ്ടായിരുന്നില്ല. സ്ഫോടകത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങിയതായും അധികൃതർ അറിയിച്ചു. നവംബർ 16-നാണ് സ്ഫോടനമുണ്ടായത്. നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ എറിഞ്ഞ ബോംബുകൾ ഗാർഡനിൽ പതിച്ചതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതീവ സുരക്ഷയുള്ള വസതിക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ഒക്ടോബർ 19-ന് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതായിരുന്നു. ടെല്ലവീവിന് തെക്കുള്ള സിസിറിയയിലെ നെതന്യാഹുവിന്റെ അവധിക്കാല വസതിക്ക് നേരെയായിരുന്നു ആക്രമണം. ഹമാസ് തലവൻ യഹ്യ സിൻവറിനെ കൊലപ്പെടുത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ആക്രമണം നടക്കുമ്പോൾ നെതന്യാഹുവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. വസതിക്ക് നാശനഷ്ടമുണ്ടായി. നെതന്യാഹു സഞ്ചരിച്ചിരുന്ന വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് സെപ്റ്റംബറിൽ ബെൻഗുരിയൻ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതിനിടെ കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിയുന്നത് ബങ്കറിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ അറയിലാണ് അദ്ദേഹം ദൈനംദിന യോഗങ്ങൾ ഉൾപ്പെടെ ചേരുന്നതെന്ന് ഇസ്രായേൽ മാധ്യമമായ ചാനൽ 12 ആണ് റിപ്പോർട്ട് ചെയ്തത്. ഡ്രോൺ ആക്രമണ ഭീഷണികൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുകൾ നിലയിലുള്ള മുറിയിലാണ് സാധാരണ യോഗങ്ങൾ ചേരാറുള്ളത്. ഇതാണിപ്പോൾ ഭൂഗർഭ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഓഫീസിലുണ്ടാകുമ്പോൾ ഭൂരിഭാഗം സമയവും നെതന്യാഹു ഇവിടെ തന്നെയാണ് കഴിയുന്നതെന്നാണ് വിവരം. ഇവിടെ സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് കഴിയരുതെന്നാണ് നെതന്യാഹുവിനോട് സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നതും. പലയിടങ്ങളിലായി മാറി മാറി കഴിയാനും നിർദ്ദേശങ്ങളുണ്ട്. ഒക്ടോബർ 25-ന് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി മുന്നിൽ കണ്ടായിരുന്നു നീക്കം. ആക്രമണ സമയത്തെല്ലാം ഭൂഗർഭ അറയിലെ ബങ്കറുകളിലാണ് ഇരുവരും കഴിഞ്ഞതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.